ഈ ലാസ്റ്റ് കഴിഞ്ഞ ഓണം വെക്കേഷൻ ആയിരുന്നു നബിദിനം. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മളെ നാട്ടിലെ നബിദിനത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ പോയപ്പോൾ ഒരു 3 ചങ്ങായിമാരെ കണ്ടു, 3 സ്റ്റുഡൻസിനെ. അപ്പോൾ അതിലൊരുത്ത 7ാം ക്ലാസ്സിലാണ്, മറ്റ് 2 പേരും 9ാം ക്ലാസ്സിലാണ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ 9ാം ക്ലാസ്സിലുള്ള ചെക്കന്മാരെ ഞാൻ ജസ്റ്റ് ചോദിച്ചു പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു, വെറുതെ റാൻഡായിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ എന്താണ് പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ കുറച്ച് കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കുറേ പറഞ്ഞു. പരീക്ഷ ഭയങ്കര ടെൻഷനാണ്, സ്കൂൾ തുറക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല, കാരണം എക്സാം പേപ്പറൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്, തീരെ മാർക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുറേ സങ്കടമൊക്കെ പറഞ്ഞു. സംഭവം രസമായിട്ടാണ് പറയുന്നതെങ്കിലും അവർക്ക് കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അടുത്ത എക്സാം ഉഷാറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു. പിന്നെ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അവരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, ഇത് എല്ലാവർക്കും ഒരു പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ്. കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ അത്യാവശ്യം ചേഞ്ച് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് മൊത്തം ടഫായിരുന്നു. പൊതുവെ എല്ലാ ക്ലാസ്സിലും 8 ആവട്ടെ 9 ആവട്ടെ 10 ആവട്ടെ എല്ലാ ക്ലാസ്സിലും ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ടഫായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈവൻ എല്ലാ സബ്ജക്റ്റും അങ്ങനെയായിരുന്നു, 1-2 സബ്ജക്റ്റുകൾ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇനി ഇങ്ങനെ ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഓണം എക്സാമിന് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഈവൻ ടീച്ചേഴ്സിന് പോലും ഒരാഴ്ച മുമ്പാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്യും, ക്വസ്റ്റ്യൻ പാറ്റേൺ മൊത്തത്തിൽ മാറും എന്നുള്ളൊരു ഇൻഫർമേഷൻ ടീച്ചേഴ്സിന് ഒരാഴ്ച മുമ്പാണ് കിട്ടിയത്. അപ്പോൾ ടീച്ചേഴ്സിന് കൃത്യമായിട്ട് ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇനി ആ ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലുണ്ടാവും, എത്രത്തോളം ഡീപ്പായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക, ഇനി 2 ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായുള്ള ധാരണ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സിന് ഇനി ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് തരണം എന്നുള്ളതൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ ലൈവ് സെഷനുകളിലും അതുപോലെ റെക്കോർഡഡ് വീഡിയോസിലൊക്കെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ ആപ്പിൽ എന്ത് ചെയ്യും ഇനി സെറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആപ്പിലേക്ക് അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആവുന്നുള്ളത് ഒരു വലിയൊരു സത്യമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എല്ലാവരും ആപ്പിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ആപ്പിൽ ഇപ്പോൾ നിലവിൽ ഓണത്തിൻ്റെ ഓഫർ ഒരാഴ്ചത്തേക്കും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആപ്പിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അഡ്മിഷൻ എടുക്കേണ്ട നമ്പർ ജസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓണം 10 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. സോ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, ഒരു ടെൻഷൻ അടിക്കേണ്ട. ക്രിസ്മസ് എക്സാം നമുക്ക് എന്ത് ചെയ്യണം, സൂപ്പർ ആക്കണം, അടിപൊളിയാക്കണം, എൻജോയ് ആക്കണം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.